വേനൽക്കാലം മുതൽ തുടങ്ങിയ കടലാക്രമണം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നുവെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ VS സുനിൽകുമാർ MLA പറഞ്ഞു. പുലിമുട്ട് നിർമ്മാണം നടത്താത്തതിനാൽ കടലാക്രമണം തടയാനുള്ള ദീർഘകാല നടപടികൾ ആയിട്ടില്ല. താൽക്കാലിക നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും സുനിൽകുമാർ ആരോപിച്ചു. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് പോലും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴും തീരപ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്കും ഗവൺമെന്റ് പോയിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി 18 കോടി രൂപ അനുവദിച്ചായി പറഞ്ഞ മന്ത്രി PJ ജോസഫ് ദീർഘകാല പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിനായിട്ടില്ലെന്ന് സമ്മതിച്ചു. ഈ മേഖലയിലേക്കുള്ള ബജറ്റ് വിലയിരുത്തൽ അപര്യാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. താൽക്കാലിക നടപടികളും പെർമനന്റ് നടപടികളും നമുക്ക് ആവശ്യമാണ്. പെർമനന്റ് നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേർന്ന് കർമ്മപദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി PJ ജോസഫ് നിയമസഭയെ അറിയിച്ചു. അടിയന്തരമായി നൽകിയ 18 കോടിക്ക് പുറമെ ജില്ലാ കളക്ടർമാരുടെ കയ്യിലുള്ള 136 കോടി രൂപ ഭക്ഷണം, കുടിവെള്ളം, മരുന്നുകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയതായി ചർച്ചയിൽ ഇടപെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ ഈ വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും തീരദേശ പരിപാലന പദ്ധതിയുടെ പരാജയവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.